ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അടുത്ത ഒരു മൊഡ്യൂള് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മൊഡ്യൂള് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കമ്മോഡിറ്റി മാർക്കറ്റും ഡെപ്റ്റ് മാർക്കറ്റിനെയും കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ് ഏതൊക്കെയാണെന്നും ഇന്ത്യയിലെ റൺ ചെയ്യുന്ന മെയിനായിട്ടുള്ള കമ്മോഡിറ്റി മാർക്കറ്റ് ഏതൊക്കെയാണ് എന്നും പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ടെക്സ്റ്റ് ബുക്ക് വൈസ് ആണെങ്കിൽ 8ാമത്തെ ലെസണാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്മോഡിറ്റീസാണ് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അത് കാറ്റിൽ, പിഗ്, കോഫി, കോൺ, സോയാബീൻ, ഷുഗർ, മെറ്റൽ, ഓയിൽ, ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ ബയ്യിങ്ങോ സെല്ലിങ്ങോ നടക്കുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം 2 ആളുകളാണ് അവിടെ ഉണ്ടാവുക, ബയേഴ്സും സെല്ലേഴ്സും. അതേപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലും പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സാണ്. സെല്ലേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സപ്ലൈ സൈഡും ബയേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിമാൻഡ് സൈഡുമാണ്. അപ്പോൾ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ അതെന്താവാം, എക്കണോമിക് ഗുഡ്സ് ആവാം, അതല്ലെങ്കിൽ ട്രേഡബിൾ ഗുഡ്സ് ആവാം, അതല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് കൊമേഴ്സ്, സംതിങ് ഫോർ വിച്ച് ദർ ഈസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് മാർക്കറ്റ് വേർ ദ കമ്മോഡിറ്റി ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഇൻ കൊമേഴ്ഷ്യൽ ട്രേഡ്. നമുക്ക് ഒരു വാല്യൂ കണക്കാക്കാവുന്ന രീതിയിലുള്ള കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ചാണ് മെയിനായിട്ട് ഏതിൽ പറയുന്നത്, കമ്മോഡിറ്റി മാർക്കറ്റിൽ പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കതിൻ്റെ ഡെഫിനിഷനായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്ന ഗുഡ്സ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. എനി പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ commerce or an articles of commerce which is traded on an authorized commodity exchange is known as a commodity. The article should be movable or valuable, something which is bought or sold. According to Forward Contract Act 1952, goods as every kind of movable property other than auctionable claim, money and securities. കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഓൾ ഗുഡ്സ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ, അതിൽ പ്ലാന്റേഷൻ പ്രൊഡക്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, മിനറൽസ്, അതേപോലെ ഫോസിൽ ഒറിജിൻസ് ആർ അലൗഡ് ഫോർ കമ്മോഡിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ വൈഡായിട്ടാണ് ആ ടേം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ റോ കമ്മോഡിറ്റി ആവാം, അല്ലെങ്കിൽ ഹാർഡ് കമ്മോഡിറ്റി ആവാം, അതല്ലെങ്കിൽ സോഫ്റ്റ് കമ്മോഡിറ്റി ആവാം. ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസിൻ്റെ ഒരു ബയ്യിങ് ആൻഡ് സെല്ലിങ് നടക്കുന്ന മാർക്കറ്റാണ് ഇത്, കമ്മോഡിറ്റി മാർക്കറ്റ്. ഇത് നമുക്കറിയാം ഒരു സിഗ്നിഫിക്കൻ്റ് കമ്പോണൻ്റ് ആണ് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ, നമുക്ക് ഗ്ലോബൽ ഇക്കോണമിയുടെ ഒരു കോർ ഏരിയ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് വരാൻ കാരണം പീപ്പിൾ ഡെയിലി ഡിസിഷൻസ് റിലേറ്റഡ് വിത്ത് നെസസറി ഗുഡ്സ്. ഇപ്പോൾ നമ്മളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലമാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ ആ ആളുകളുടെ ഡിസിഷൻസ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ബാക്കിയുള്ള മാർക്കറ്റിനെ കൂടെ ബാധിക്കുന്നതാണ്. അതിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ എക്സ്പോർട്ട് ഫീൽഡ്, അതേപോലെ തന്നെ ഓയിൽ ആൻഡ് മിനറൽസ്, എനർജി, ഇതൊക്കെ അതായത് ബാക്കിയുള്ള മാർക്കറ്റിനെ കൂടെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബേസായിട്ട് കാണാവുന്ന ഒരു മാർക്കറ്റാണ് ഇത്, കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റിൻ്റെ ഡീലിങ്സ് ആണ് കാണാൻ കഴിയുക. അവിടെ ബേസ് മെറ്റൽസ്, പ്രഷ്യസ് മെറ്റൽസ്, ക്രൂഡ് ഓയിൽ, അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കമ്മോഡിറ്റീസ് ആയിട്ടുള്ള കോഫി, റൈസ്, വീറ്റ്, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഡീലിങ്സ് നമുക്ക് എവിടെ കാണാൻ പറ്റും, കമ്മോഡിറ്റി മാർക്കറ്റിൽ കാണാവുന്നതാണ്. ഡെവലപ്മെൻറ്റ് ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ് മെയ്ഡ് ആൻ ഇമ്പാക്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ, ഫൈനാൻസിങ്, അതേപോലെ തന്നെ ഈവൻ എക്സ്പോർട്ടിംഗ് ഫീൽഡിനെ കൂടെ ബാധിക്കുന്നതാണ് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് കമ്മോഡിറ്റി മാർക്കറ്റിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബയേഴ്സും സെല്ലേഴ്സും ആണ് ഉണ്ടായിരിക്കുക, ഡിമാൻഡാണ് അവിടെ ഇങ്ങനെ പിന്നെ മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞു. കമ്മോഡിറ്റി മാർക്കറ്റ് ആർ സോൾഡ് എയ്തർ സ്പോട്ട് മാർക്കറ്റ് ഓർ ഫോർവേഡ് മാർക്കറ്റ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡിംഗ് നടക്കുന്നത് ഒന്നുകിൽ സ്പോട്ട് ഡെലിവറി ആയിട്ടോ അതല്ലെങ്കിൽ ഫോർവേഡ് മാർക്കറ്റ് എന്നുള്ള രീതിയിലോ ആയിരിക്കും എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഹെഡിങ് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി മാർക്കറ്റാണ്. മോഡേൺ കമ്മോഡിറ്റി മാർക്കറ്റ് ഹാവ് ദെയർ റൂട്ട് in trading of agricultural product
ലൈക്ക് വീറ്റ്, റൈസ്, കോൺ, കാറ്റിൽ, പിഗ് വെർ വൈഡ്ലി ട്രേഡഡ്. അപ്പോൾ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ള റൂട്ട് എവിടെ ആയിരിക്കും? അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആവും. ആ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഫാർമേഴ്സ് ഫേസ് ചെയ്യുന്ന വെതർ റിലേറ്റഡ് റിസ്ക്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലം ഉണ്ടാകുന്ന റിസ്ക്, ഇത്തരത്തിലുള്ള റിസ്കുകളൊക്കെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ജിങ് എന്നുള്ള രീതിയിലാണ് അവർ ഇത് ഉപയോഗിക്കുന്നത്. ഈ ഒരു അഗ്രികൾച്ചറൽ കമ്മോഡിറ്റിയുടെ ഫോർവേഡ് മാർക്കറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവോയ്ഡിങ് ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ പ്രൈസിങ്, അതേപോലെ തന്നെ അക്യുറേറ്റ് പ്രൈസ് ഡിസ്കവറി, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റ് എൻഷുർ ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് ആണ്. പിന്നെ ആർ പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫ്യൂച്ചർ ട്രേഡ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചർ സെയിൽ ഉറപ്പ് വരുത്തുക, അതും കൂടെ ഈ ഒരു അഗ്രികൾച്ചറൽ കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാം. എൻഷുറിങ് ദ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് ദെൻ ഹെൽപ്ഫുൾ ടു ഡിസ്കവർ ദ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് ആൾസോ ബിൽഡ് എ ലിങ്ക് ബിറ്റ്വീൻ ഫ്യൂച്ചർ മാർക്കറ്റ് ആൻഡ് സ്പോട്ട് മാർക്കറ്റ്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ ഇൻസ്ട്രുമെൻറ്റ്. നെക്സ്റ്റ് നമുക്കിതിലൊരു ചെറിയൊരു ഹെഡിങ് നോക്കാനുള്ളത് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ന്യൂ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് അഗ്രികൾച്ചറൽ കമ്മോഡിറ്റിയിൽ നമുക്ക് ബേസിക്കായിട്ട് അറിയാം റൈസ്, കോണ്, കാറ്റിൽ, പിഗ് ഒക്കെയാണ്. ഇത് കൂടാതെ ഇതിലേക്ക് വന്നിരിക്കുന്ന പുതിയ ഇൻസ്ട്രുമെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കമ്മോഡിറ്റി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന അപ്കമിങ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ്. ഫസ്റ്റ് വൺ വരുന്നത് വെതർ ഡെറിവേറ്റീവ്, അതേപോലെ തന്നെ ഫ്രൈറ്റ് ഫ്യൂച്ചർ, ടെലികമ്മ്യൂണിക്കേഷൻ ബാൻഡ്, ഗ്യാസ് ആൻഡ് പവർ ഡെറിവേറ്റീവ് ആൻഡ് എൻവിയോൺമെൻറ്റൽ എമിഷൻ ട്രേഡിംഗ്. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അഗ്രികൾച്ചർ കമ്മോഡിറ്റി മാർക്കറ്റും ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു ഫീൽഡിലേക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൂടെ ഒന്ന് പരിചയപ്പെടാം. അതിൽ വരുന്നതാണ് ഏത്? വെതർ ഡെറിവേറ്റീവ്സ്, ഫ്രൈറ്റ് ഫ്യൂച്ചർ, ടെലികമ്മ്യൂണിക്കേഷൻ ബാൻഡ് വിഡ്ത്ത്, ഗ്യാസ് ആൻഡ് പവർ ഡെറിവേറ്റീവ്സ് ആൻഡ് എൻവിയോൺമെൻറ്റൽ എമിഷൻ ട്രേഡിംഗ്. ഇതൊക്കെയാണ് പുതുതായിട്ട് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റാണ്. രണ്ട് രീതിയിലുള്ള കമ്മോഡിറ്റി മാർക്കറ്റാണുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് സ്പോട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ ട്രേഡിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് സ്പോട്ട് ഓർ ഫിസിക്കൽ ട്രേഡിങ്ങും അതിൻ്റെ മീനിങ് നോക്കാം. നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഫിസിക്കൽ ട്രേഡിംഗ് where buying and selling of goods are done for cash and immediate delivery of goods is done. ഇവിടെ രണ്ട് പോയിൻ്റാണ് നിങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന് ഇവിടെ ഇങ്ങനെ സ്പോട്ട്, ഓൺ ദി സ്പോട്ടിൽ തന്നെ ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യാണ്. എങ്ങനെയാണ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത്? സെറ്റിലിംഗ് ത്രൂ അല്ലെങ്കിൽ ഇൻ ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ഒരാൾ ക്യാഷും മറ്റൊരാൾ കമ്മോഡിറ്റീസും ഒരേ സമയം ആ സ്പോട്ടിൽ വെച്ച് തന്നെ എക്സ്ചേഞ്ച് കംപ്ലീറ്റ് ആവുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഫിസിക്കൽ അതല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻ ഡൺ ഡയറക്റ്റ്ലി ആണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി കാണാൻ കഴിയും. ട്രേഡിംഗ് ഈസ് ഡെലിവറി ബേസ് ആണ്. ട്രാൻസാക്ഷൻ ആർ ഡൺ ത്രൂ ഇൻ്റർമീഡിയറീസ് ഓർ ബ്രോക്കേഴ്സ്. നേരിട്ട് ഫാർമേഴ്സിനായിരിക്കില്ല കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അവിടെ നമുക്ക് ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെ കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഓർത്ത് വെക്കാനുള്ളത് സ്പോട്ട് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സ്പോട്ട് മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് സ്പോട്ട് മാർക്കറ്റാണ് ഇത് ഫോറക്സ് മാർക്കറ്റ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലോവർ ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. ഈസി ടു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് ഈസിലി മാർക്കറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ട്രേഡിംഗ് ലാർജ് വോളിയം ആക്സസ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് സ്പോട്ട് ട്രേഡിങ്ങിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെറിവേറ്റീവ് ട്രേഡിംഗ് ആണ്. ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ ഡെറിവേറ്റീവ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് ഡിറൈവ് ദർ വാല്യൂ ഫ്രം എൻ അണ്ടർലൈങ് അസറ്റ്. Derivatives are financial contract that derive their value from an underlying asset.
ഈ അസറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആവാം, ഇൻഡിസസ് ആവാം, കമ്മോഡിറ്റീസ് ആവാം, കറൻസീസ് ആവാം, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റോ അതല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ ആവാം. നേരത്തെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് ഡെറിവേറ്റീവ്സ്. അതേ സെൻറ്റൻസ് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ ഉണ്ടായിരിക്കില്ല. ഏത് അണ്ടർലൈങ് അസറ്റിൻ്റെ മുകളിലാണോ നമ്മൾ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് അവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്നത്, ആ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ ആയിരിക്കും ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഈ നമ്മൾ മെയിനായിട്ട് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്പ് ടു മേക്ക് പ്രോഫിറ്റ്. ഫ്യൂച്ചറിലെ ഓവറായിട്ടുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലമുണ്ടാകുന്ന ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്ത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഫ്യൂച്ചർ മാർക്കറ്റും അതേപോലെ തന്നെ ഫോർവേഡ് മാർക്കറ്റുമാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ടു ബൈ ഓർ സെൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓൺ എ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം. ഇറ്റ് ഈസ് സിമിലർ ടു ദ ഇൻഡെക്സ് ഫ്യൂച്ചർ ആൻഡ് സ്റ്റോക്ക് ഫ്യൂച്ചർ. സ്റ്റോക്ക് ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചറിനെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്മോഡിറ്റീസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എമൗണ്ട് സ്പെസിഫൈ ചെയ്യുന്നു, പക്ഷേ ആ കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നത് ഫ്യൂച്ചർ ഡേറ്റിൽ ആയിരിക്കും. അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് all future trade expire. The next one വരുന്നത് സ്റ്റോക്ക് ട്രേഡിംഗ് ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് എ ഹൈലി ലിവറേജ്ഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് എ ഹൈലി റിസ്കി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്കില്ലായിട്ടുള്ള ആളുകൾ വേണം ഇതിൻ്റെ ഡീലിങ്സ് ചെയ്യാൻ. പിന്നെ വേരിയസ് അസറ്റ് നമുക്ക് ഇതിലൂടെ ട്രേഡിംഗ് നടത്താൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ഫ്യൂച്ചർ മാർക്കറ്റിലൂടെ പ്രോഫിറ്റ് അക്വയർ അല്ലെങ്കിൽ ഏൺ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ഇൻ വിച്ച് ദ ബയർ ആൻഡ് സെല്ലർ agree upon the delivery of a specified quantity and quality of a commodity at a specified date, agreed price and location. ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ എഗ്രീഡ് പ്രൈസ് ഇന്ന് ഡിറ്റർമിൻ ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഫ്യൂച്ചറിലാണ് അതിൻ്റെ എക്സ്ചേഞ്ചും ട്രാൻസാക്ഷൻസും നമ്മൾ ചെയ്യുന്നത്. ഈ ഫോർവേഡ് പ്രൈസ് എന്ന് പറയുന്നത് ഈ പ്രൈസ് സെറ്റിംഗ് ഇപ്പോഴായിരിക്കും, പക്ഷേ പേയ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കമ്മോഡിറ്റി അതിൻ്റെ എക്സ്ചേഞ്ച് എപ്പോഴായിരിക്കും, ഫ്യൂച്ചർ ഡേറ്റിലാണ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റ്, സ്വാപ്പ്, എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി, അതേപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റ് ബിക്കം എ പ്രൈമറി ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ കമ്മോഡിറ്റി മാർക്കറ്റ്. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിന് മുന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഡെറിവേറ്റീവ്സും നമുക്ക് പറയാം. അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആവാം, സ്വാപ്പ് ആവാം, എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ആവാം, ഫോർവേഡ് കോൺട്രാക്റ്റ് ആവാം, അതേപോലെ തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റും. ഓക്കെ, താങ്ക് യു.